നമസ്തേ. പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും ഞാൻ ശിവൻ. നീറ്റ് 2023 യാഥാർത്ഥ്യത്തിലേക്ക്. മെയ് 7-ാം തീയതി ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെ അഡ്മിറ്റ് കാർഡുകൾ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തി. COVID-19 പാൻഡമിക്കിൻ്റെ ആ കാലഘട്ടത്തിനൊക്കെ ശേഷം കോവിഡിനെ കുറിച്ചുള്ള പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷനൊന്നും ഇല്ലാതെ ഇറക്കുന്ന നീറ്റ് 2023 അഡ്മിറ്റ് കാർഡുകളാണ് ഇപ്പോൾ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത്. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. 24 പേരായിരിക്കും ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാവുക. അതുകൊണ്ട് കോവിഡ് പാൻഡമിക്കിൻ്റെ അന്തരീക്ഷമൊക്കെ മാറി നീറ്റ് പഴയ പോലെ ഇതാ മെയ് 7-ാം തീയതി ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും ഒരു അഡീഷണൽ ഫോട്ടോഗ്രാഫും സഹിതം 1:30 മുമ്പ് എക്സാം ഹാളിൽ കയറിയിരിക്കണം. 1:15 നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻ ചെയ്തിരിക്കുന്ന റൂമുകളിൽ ഇരിക്കുകയും ചെയ്യാം. നീറ്റ് 2023 അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിക്കാം. 20,80,000 കുട്ടികളാണല്ലോ നീറ്റ് 2023 അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇന്ത്യക്കകത്ത് 499 ജില്ലകളിലായിട്ടും ഇന്ത്യക്ക് പുറത്ത് 14 സിറ്റികളിലുമാണ് നീറ്റ് 2023 നടക്കുന്നത്. ഇന്നു മുതൽ അപ്ലോഡ് ആയിരിക്കുന്ന ഈ അഡ്മിറ്റ് കാർഡ് അലോട്ട്മെൻറ്റിൻ്റെ അവസാന സമയം വരെ ഏതാണ്ട് ഡിസംബർ മാസം വരെ നീറ്റിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന അഡ്മിറ്റ് കാർഡ് എക്സാം ഹാളിൽ ഇൻവിജിലേറ്റർ മേടിച്ചു വെക്കുകയും പിന്നീട് നമുക്കത് തന്നുവിടാത്ത സാഹചര്യത്തിൽ അഡ്മിഷൻ സമയത്ത് നമുക്ക് പുതിയ അഡ്മിറ്റ് കാർഡുകൾ വീണ്ടും സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാകും. അലോട്ട്മെൻറ്റ് സമയത്തും ഓരോ കോളേജുകളിലും ചെല്ലുമ്പോഴും നമ്മൾ അഡ്മിറ്റ് കാർഡുകൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് അഡ്മിറ്റ് കാർഡുകൾ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡാണ് നാം തയ്യാറാക്കുന്നത്. അഡ്മിറ്റ് കാർഡിൽ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ നമ്മൾ അപ്ലോഡ് ചെയ്തത് അതേപടി പ്രിൻ്റ് ഔട്ടോട്ടുണ്ട്. നീറ്റ് 2023 ഓരോ വിദ്യാർത്ഥികളും അപ്ലൈ ചെയ്തപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമുക്ക് ഈ അഡ്മിറ്റ് കാർഡിൽ കാണാനായിട്ട് സാധിക്കും. അത് ഓൾറെഡി അതിൻ്റെ മോൾ ഭാഗത്ത് അത് പ്രിൻ്റഡ് ആയിട്ടുണ്ടാവും. താഴെയാണ് നമ്മൾ വീണ്ടും ഫോട്ടോ ഒട്ടിക്കുകയും പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒപ്പിടുകയും ചെയ്യേണ്ടത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ മാത്രമാണ് നമ്മൾ ഫോട്ടോ ഒട്ടിക്കുകയും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും മാത്രമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് പോകേണ്ടതായിട്ടുള്ളത്. രണ്ടാമത്തെ പേജിൽ വലിയൊരു ഫോട്ടോഗ്രാഫും. നീറ്റ് 2023 അഡ്മിറ്റ് കാർഡിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് കറക്ഷൻസിന് അവർക്ക് ഈ വർഷം ആവശ്യത്തിന് സമയം കിട്ടിയില്ല. നമുക്കറിയാം, ഏപ്രിൽ 6-ാം തീയതി ആപ്ലിക്കേഷൻ അവസാനിച്ചിരുന്നുവെങ്കിലും സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും ഇടപെടലിനെ തുടർന്ന് ഏതാണ്ട് ഏപ്രിൽ 19-ാം തീയതി വരെ അവർക്ക് ആപ്ലിക്കേഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ഇമേജ് കറക്ഷൻസ് ഈ വർഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ ഡേറ്റ വെച്ച് അപ്ലോഡ് ചെയ്തോ അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, ഫോട്ടോ മാറിപ്പോവുകയോ സിഗ്നേച്ചർ മാറിപ്പോവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന ഇമെയിലിൽ അറിയിക്കുകയും പുതിയ ഫോട്ടോയും കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയും സിഗ്നേച്ചറും കൃത്യമായി വരാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഇമെയിൽ ചെയ്തിട്ട് അത് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം കൺട്രോളറുമായിട്ട്, നിങ്ങളുടെ എക്സാം ഏത് സ്കൂളിലാണോ ആ എക്സാം കൺട്രോളറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുക. കാരണം ചിലരുടെ ഫോട്ടോഗ്രാഫ് ഇല്ലായിരുന്നു, പകരം സിഗ്നേച്ചർ അവിടെ അപ്ലോഡ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ് മൊത്തം ക്ലിയർ അല്ലായിരുന്നു, മുഖത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമൊക്കെ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സിഗ്നേച്ചറിൻ്റെ ഭാഗത്ത് സിഗ്നേച്ചർ മൊത്തം ഇമേജ് വന്നിട്ടില്ല, ഒരു ലൈനോ ചെറിയൊരു ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഇമേജുകൾക്ക് അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ NTA ഈ വർഷം അനുവദിച്ചില്ല. അങ്ങനെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഇമെയിൽ IDയിലും ഈ ഫോൺ നമ്പറിലും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയോ അത് സമയത്തും കറക്റ്റ് ചെയ്ത് കിട്ടിയില്ല എങ്കിൽ 7-ാം തീയതി നിങ്ങൾ എക്സാം സൂപ്പർവൈസറുമായിട്ട്, നമ്മൾ എക്സാം ഹാളിൽ ചെന്നിട്ട് അവിടുത്തെ സൂപ്പർവൈസറുമായിട്ട് ആ എക്സാം സൂപ്പർവൈസറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുക. നീറ്റ് 2023 അഡ്മിറ്റ് കാർഡുകൾ മൊത്തം 3 പേജുകളാണുള്ളത്. ഇതിലെ ആദ്യത്തെ 2 പേജുകളാണ് നമുക്ക് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ടത്. ആ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ട 1-ാമത്തെ പേജിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ തന്നെ നീറ്റ് 2023 ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, റോൾ നമ്പർ, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ വിസിബിൾ ആയിരിക്കും.
ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ടതില്ല. അഡ്മിറ്റ് കാർഡുമായിട്ട് ചെല്ലുന്ന എല്ലാ കുട്ടികളെയും ആ ഫോട്ടോ വെച്ച് നോക്കിയിട്ട് എല്ലാ കുട്ടികളെയും പരീക്ഷ എഴുതിപ്പിക്കുകയും ഒരു തരത്തിലുള്ള വേരിഫിക്കേഷനും അഡ്രസ്സിൻ്റെ കാര്യത്തിലോ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യത്തിലോ അച്ഛൻ്റെ പേരിലോ അമ്മയുടെ കാര്യത്തിലോ ഒന്നും ഒരു സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനും എക്സാം ഹാളിലില്ല. അഡ്മിറ്റ് കാർഡുമായിട്ട് ചെല്ലുന്ന വാലിഡ് ID പ്രൂഫായിട്ട് ചെല്ലുന്ന എല്ലാ കുട്ടികൾക്കും നീറ്റ് എക്സാം എഴുതാൻ സാധിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മീഡിയം ഉണ്ട്, എക്സാമിൻ്റെ ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് ടൈം 1 മണിയാണ് റിപ്പോർട്ടിംഗ് ടൈം. ഗേറ്റ് ക്ലോസിംഗ് സമയം 1:30. 1:30 ശേഷം ഒരു സാഹചര്യവശാലും ഒരു കുട്ടിയെയും എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. 2 മണി മുതൽ 5:20 വരെയാണ് എക്സാം. എക്സാം സെൻറ്ററിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ 7-ാം തീയതി അല്ല 6-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ സ്കൂൾ എവിടെയാണ് ഇരിക്കുന്നത്, ഈ സ്കൂളിലോട്ട് എത്ര ദൂരമുണ്ട്, എത്ര സമയത്തിനുള്ളിൽ എത്താമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. 1 മണി വരെ നിങ്ങൾ കാത്തിരിക്കരുത്. ഒരു 12 മണിക്കെങ്കിലും ആ ലൊക്കേഷനിൽ ചെല്ലാവുന്ന രീതിയിൽ വേണം നിങ്ങൾ യാത്ര അറേഞ്ച് ചെയ്യുവാനായിട്ട്. എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ രക്ഷിതാക്കൾക്കുണ്ടായിരിക്കണം. നമ്മുടെ കുട്ടിയെ ഒരു 12 മണിയോട് കൂടിയെങ്കിലും ആ ലൊക്കേഷനിൽ എത്തിക്കുകയും 1 മണിക്ക് എക്സാം സെൻറ്ററിൽ പ്രവേശിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യണം. സെൽഫ് ഡിക്ലറേഷൻ മാത്രമേ ഈ വർഷമുള്ളൂ. കോവിഡിൻ്റെതായിട്ടുള്ള യാതൊരു ഡിക്ലറേഷനും വേണ്ട. നമ്മൾ ഓൾറെഡി ഇന്ന കുട്ടിയാണെന്നുള്ളതും നമ്മളുടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കി മനസ്സിലാക്കിയതാണ്. ഇതിൻ്റെ നിയമാവലികളെല്ലാം നമുക്ക് അറിയാവുന്നതാണെന്നുള്ള ഒരു സെൽഫ് ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുന്നു, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിക്കുന്നു. അതിൽ ഈ കോടതി തികഞ്ഞില്ലെങ്കിൽ ഇങ്ങോട്ട് കയറിപ്പോയെന്നോർത്തൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനകത്തൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. നമ്മൾ അപ്ലോഡ് ചെയ്ത പേരും ഡേറ്റും ഉള്ളതാണെങ്കിൽ പേരും ഡേറ്റും ഉള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇവിടെ പേരും ഡേറ്റും ഉള്ള ഫോട്ടോ തന്നെ വേണം. അപ്പോൾ ഇത് നമ്മൾ നീറ്റിന് 2023 അപേക്ഷിച്ച സമയത്ത് പേരും ഡേറ്റും ഉള്ള ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നെങ്കിൽ അതേ ഫോട്ടോ തന്നെ ഇവിടെ ഫിക്സ് ചെയ്യാം. ഇനി പേരും ഡേറ്റും ഇല്ല എന്ന് ഓർത്തുകൊണ്ടൊന്നും യാതൊരു കുഴപ്പവുമില്ല. ആളെ ഐഡൻറ്റിഫൈ എന്നുള്ളതിന് മാത്രമേ ഫോട്ടോയുടെ ഉത്തരവാദിത്തമുള്ളൂ. ഇവിടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, കാൻഡിഡേറ്റിൻ്റെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ സീൽ പാഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു. ഇത് എക്സാം സെൻറ്ററിൽ ഇത് രണ്ടും ഫോട്ടോയും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷനും എക്സാം സെൻറ്ററിൽ പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യണം. ഇവിടെ കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ, കഴിഞ്ഞ വർഷം ഇവിടെ പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. ഈ വർഷം പേരൻ്റെ സിഗ്നേച്ചറിൻ്റെ കോളം ഇല്ല, കാൻഡിഡേറ്റിൻ്റെ തന്നെയുള്ളൂ. കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചർ എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ ഇൻവിജിലേറ്ററിന് മുമ്പിൽ ഇട്ടാൽ മതിയാകും. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ട് പോകേണ്ടത് ഫോട്ടോ ഒട്ടിച്ച് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇട്ട് ഈ ഒരു പേജ് കൊണ്ടുപോകണം. ഇതാണ് ഒരു പേജ്. ഇതിൻ്റെ പകുതി വെച്ചല്ല, ആദ്യ ഭാഗം മുതൽ ഈ ഫോട്ടോ ഒട്ടിക്കുന്ന ഇവിടം വരെയാണ് ഒന്നാമത്തെ പേജ് എന്ന് പറയുന്നത്. പോർട്രേറ്റ് അളവിലുള്ള A4 സൈസിലാണ്. നിങ്ങൾ കളർ പ്രിൻ്റ് ഔട്ട് വേണമെന്നില്ല, കളർ പ്രിൻ്റ് ഔട്ട് എടുത്തെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറിലുള്ള ഒരു A4 സൈസിലാണ് ഒന്നാമത്തെ പേജ് പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. രണ്ടാമത്തെ പേജ് നമ്മളുടെ വലിപ്പമുള്ള പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ, 4 ഇഞ്ച് വീതിയും 6 ഇഞ്ച് ഹൈറ്റുമുള്ള ഒരു ഫോട്ടോ ഈ ബോക്സിനകത്ത് ഒട്ടിക്കണം. ഈ ബോക്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ, ബോക്സിന് വെളിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതിന് യാതൊരു പ്രസക്തിയുമില്ല. ആളെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിലിരിക്കുന്ന വലിയ ഫോട്ടോ, അതിലും പേരും ഡേറ്റും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളുടെ മുഖം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ആയിരിക്കണം ഇവിടെ ഫിക്സ് ചെയ്യേണ്ടത്. അതിനകത്ത് പേരും ഡേറ്റും നിങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെയും വേണമെങ്കിൽ വെക്കാം. അതിൻ്റെ പേരിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ ഇൻവിജിലേറ്റർ അവിടെ സൈൻ ചെയ്യും. അതിനുശേഷം നമുക്കും ഇൻവിജിലേറ്ററിൻ്റെ സാന്നിധ്യത്തിൽ സൈൻ ചെയ്യാവുന്നതാണ്. ഈ 2 പേജ് A4 സൈസിലുള്ള കളറോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഉള്ള ഈ 2 A4 സൈസ് പേജാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജ് നമ്മൾ കണ്ടു, രണ്ടാമത്തെ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുള്ള പേജ് കണ്ടു, മൂന്നാമത്താണ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ എക്സാം സെൻറ്ററിൽ റൈറ്റ് ടൈമിൽ എത്തണം, ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് ഈ 1:30 മുതൽ 1:45 വരെയുള്ള സമയത്ത് ഇൻവിജിലേറ്റർ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും ടോപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അഡ്മിറ്റ് കാർഡും വാലിഡ് ID പ്രൂഫും ഉള്ള കുട്ടികളെ മാത്രമേ എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. വാലിഡ് ID പ്രൂഫ് എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റിനെ തിരിച്ചറിയാൻ പാകത്തിലുള്ള ഫോട്ടോ പതിപ്പിക്കുന്ന ഏത് ID പ്രൂഫും അവിടെ സ്വീകരിക്കും. നമുക്കറിയാം കോവിഡ് പാൻഡമിക്കിന് ശേഷം മാസ്കിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചുള്ള ഇൻഫർമേഷൻ ഇല്ല. എന്നാൽ സാനിറ്റൈസർ ഉണ്ട്. നമുക്ക് അഡ്മിറ്റ് കാർഡിലൂടെ കൊണ്ടുപോകാവുന്ന സാധനങ്ങൾ പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നമുക്ക് വേണേൽ കൊണ്ടുപോകാം. വെള്ളം കുടിക്കാനായിട്ടോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകാനായിട്ടോ നമ്മുടെ ഇൻവിജിലേറ്റർ നമ്മളെ സഹായിക്കുന്നതാണ്.
ഒരു ക്ലാസ് റൂമിൽ 24 കുട്ടികളാണുള്ളത്. ഒരാൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ അരമണിക്കൂറിൽ ഒരു കാരണവശാലും ആരെയും അനുവദിക്കുകയില്ല. അതിനു മുമ്പ് ഒരു ഇൻവിജിലേറ്റർ നമ്മളെ അതിന് സഹായിക്കുന്നതാണ്. അവസാനത്തെ അരമണിക്കൂറിൽ ഒരാളെയും വാഷ്റൂമിൽ പോകാൻ അനുവദിക്കുകയില്ല. ആവശ്യത്തിന് വെള്ളം കുടിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാം. അഡീഷണൽ ഫോട്ടോഗ്രാഫ് അവിടുത്തെ അറ്റൻഡൻസ് ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എല്ലാവരും കൊണ്ടുപോകണം. അതിലും അപ്ലോഡ് ചെയ്ത അതേ ഫോട്ടോ, പേരും ഡേറ്റും ഉള്ള ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ ആണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി അപ്ലോഡ് ചെയ്ത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഏത് ഫോട്ടോയും കാൻഡിഡേറ്റിനെ തിരിച്ചറിയാൻ പറ്റുന്ന ഏത് ഫോട്ടോയും നമുക്ക് കൊണ്ടുചെല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് പർട്ടിക്കുലറായിട്ടൊരു ഇൻഫർമേഷൻ, പേരിഡ് വേണം, ഡേറ്റ് വേണമെന്നൊന്നുമില്ല. ഏതാണോ അപ്ലോഡ് ചെയ്തത് അത്. സാനിറ്റൈസർ 50 ml സാനിറ്റൈസർ പറയുന്നുണ്ട്. മാസ്കിൻ്റെ കാര്യം പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അഡ്മിറ്റ് കാർഡ് 2 പേജ് അഡ്മിറ്റ് കാർഡ്, അതിനകത്ത് പിന്നെ രണ്ടിലും ആദ്യത്തിനകത്ത് ചെറിയ ഫോട്ടോ, പിന്നെ രണ്ടാമത്തിനകത്ത് വലിയ ഫോട്ടോ കൊണ്ടുവരണം. പിന്നെ ഇവിടെ പറയുന്നത് ബിഫോർ ദ റീച്ചിങ് ദ എക്സാം സെൻറ്റർ ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് എൻ്റർ ദ റിക്വയർഡ് ഡീറ്റെയിൽസ് ഇൻ ദ അണ്ടർടേക്കിംഗ് ഇൻ ദ ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്. ഈ അഡ്മിറ്റ് കാർഡിനകത്ത് ലെജിബിളായിട്ട് ഹാൻഡ് റൈറ്റിംഗ് എഴുതി സെൽഫ് ഡിക്ലറേഷൻ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കോളം സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ആകെ ഇവിടെ എഴുതി പൂരിപ്പിക്കാനായിട്ടൊന്നുമില്ല. ഓൾറെഡി എല്ലാം പ്രിൻ്റഡ് ആണ്. അപ്പം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി കൊണ്ടുപോകണമെന്ന് പറയാനായിട്ട് വേറെ ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. ഫോട്ടോ ഒട്ടിക്കുകയും തമ്പിംപ്രഷൻ വെക്കുകയും മാത്രം ചെയ്താലായിട്ട് മതി. വേറെ നമുക്ക് നമ്മളായിട്ട് റിട്ടൺ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി കൊണ്ടുപോകാനായിട്ടൊന്നുമില്ല. പിന്നെ വാലിഡ് ID പ്രൂഫായിട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ 2 പേജ് കൂടാതെ വാലിഡ് ID പ്രൂഫായിട്ട് നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും? പാൻ കാർഡ് കൊണ്ടുപോകാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകാം, വോട്ടേഴ്സ് ID കൊണ്ടുപോകാം, 12th അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാം, പാസ്പോർട്ട് കൊണ്ടുപോകാം, ആധാർ കാർഡ്, പുതിയ ഫോട്ടോ ഉള്ള ആധാർ കാർഡ് കൊണ്ടുപോകാം, കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന ആധാർ കൊണ്ടുപോകാം, കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ ആണുള്ളതെങ്കിൽ റേഷൻ കാർഡ് കൊണ്ടുപോകാം, ആധാർ എൻറോൾമെൻറ്റ് ഫോം, ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത എൻറോൾമെൻറ്റ് ഫോം നമുക്ക് കൊണ്ടുപോകാം. ഇനി ഗവൺമെൻറ് അനുവദിക്കുന്ന ഏത് വാലിഡ് ID പ്രൂഫും കൊണ്ടുപോകാം. പക്ഷേ ID പ്രൂഫിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ മൊബൈലിനകത്ത് ID പ്രൂഫ് കാണിക്കുകയോ ചെയ്താൽ പോരാ. പ്രിൻ്റ് ഔട്ട് ആയിട്ടുള്ള ഒരു ഒറിജിനൽ ID പ്രൂഫ് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഒന്നും സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലം എക്സാം സെൻറ്ററിൽ ഒരുക്കിയിട്ടില്ല. അതെല്ലാം നമ്മുടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വം തന്നെ മേടിച്ച് വെക്കേണ്ടതാണ്. പേന നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടില്ല. യാതൊരു വിധത്തിലുള്ള ആഭരണങ്ങളും നമ്മൾ ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല. പർദ്ദ ഇട്ട് നമ്മൾ സാംസ്കാരികപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള നമ്മൾ ഡ്രസ് കോഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ അത് നമ്മൾ എക്സാം സെൻറ്ററിൽ എത്രയും നേരത്തെ എത്തിക്കൊണ്ട് അവിടെ സ്കാനിങ്ങിന് വിധേയമാകേണ്ടതാണ്. ബാക്കിയുള്ള മെറ്റലായിട്ടുള്ള ലോഹനിർമ്മിതമായിട്ടുള്ള യാതൊന്നും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. വലിയ ബട്ടൺസ് ഉള്ള ഉടുപ്പുകൾ ഉണ്ടാകാൻ പാടില്ല. ഹാഫ് സ്ലീവ് ആയിരിക്കണം ഉടുപ്പ്, അല്ലെങ്കിൽ ചുരിദാർ ഏത് ആണെങ്കിലും ഹാഫ് സ്ലീവ് ആയിരിക്കണം. ഹൈ ഹീലുള്ള ചപ്പൽസ് പറ്റില്ല, നോർമൽ ചപ്പൽസേ പറ്റുള്ളൂ, ഷൂ പറ്റുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എക്സാം സെൻറ്ററിൽ കൊണ്ടുപോകേണ്ട ഡ്രസ് മെറ്റീരിയൽസിനെ കുറിച്ചും ബാക്കി ബിലോങ്ങിങ്സിനെ കുറിച്ചും നിങ്ങൾ വളരെ ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അഡ്മിറ്റ് കാർഡ് 2 പേജും വാലിഡ് ID പ്രൂഫുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് ഓർത്തിരുന്നാൽ മതി. റഫർക്ക് ചെയ്യാനായിട്ട് അഡീഷണൽ പേപ്പർ തരികയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവശ്യത്തിന് ഇടാം. ഓരോ പേജിൻ്റെയും താഴെ സ്ഥലമുണ്ട്. ഇനി ക്വസ്റ്റ്യൻ്റെ ഇടയ്ക്കും ഒക്കെ ഉള്ളത് നമുക്ക് എല്ലായിടത്തും റഫർക്ക് ചെയ്യാം. ഏറ്റവും അവസാനം ഒരു A4 സൈസ് ഫുള്ളുണ്ട്, 2 സൈഡും ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ളതുകൊണ്ട് ചില കുട്ടികളെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഷീറ്റ് പറിച്ചെടുക്കും. ഒരു കാരണവശാലും നിങ്ങൾ A4 ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിന്ന് ഒരു ഷീറ്റ് പോലും കീറിയെടുക്കാൻ പാടില്ല. അത് അവസാനത്തെ പേജാണെങ്കിലും റഫർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് ആ പേപ്പർ കീറിയെടുത്തുകൊണ്ട് നിങ്ങൾ എഴുതാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് OMRും അവർ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തൊട്ട് ഒന്നും കൂടെ പരീക്ഷ എഴുതേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നിന്ന് റഫർക്ക് ചെയ്യാനുള്ള അവസാനത്തെ പേപ്പർ ഉൾപ്പെടെ ഒരു പേപ്പറും കീറിയെടുക്കരുത്. ആ കീറിയെടുക്കാതെ തന്നെ നിങ്ങൾക്ക് അവസാനത്തെ പേജിൽ റഫർക്ക് ചെയ്ത് OMRൽ യഥാസ്ഥലത്ത് ആൻസറുകൾ മാർക്ക് ചെയ്യേണ്ടതാണ്. പരീക്ഷ കഴിയുമ്പോൾ OMR നിങ്ങൾ തിരിച്ചു കൊടുക്കണം. OMR നിങ്ങൾക്കറിയാം, ഒറിജിനൽ കോപ്പിയും ഓഫീസ് കോപ്പിയും ഉണ്ട്. യാതൊരു കാരണവശാലും അത് വേർപെടുത്താനോ രണ്ടും നോക്കാനോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എഴുതിയ OMR ഷീറ്റ് അതേപടി തന്നെ എക്സാമിനർക്ക് ഇൻവിജിലേറ്റർക്ക് തിരിച്ചു കൊടുക്കുക. ഒപ്പം തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ 2 പേജും അതും ഇൻവിജിലേറ്റർക്ക് തിരികെ കൊടുക്കേണ്ടതാണ്. അഡ്മിറ്റ് കാർഡ് നമുക്ക് തിരികെ കൊണ്ടുപോകാനുള്ള അനുവാദമില്ല. അഡ്മിഷൻ സമയത്ത് നമുക്ക് പുതിയത് ഡൗൺലോഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകൾ സ്വപ്നം കണ്ട് നമ്മുടെ ഓരോ കുട്ടികളും യാത്ര തുടങ്ങിയിട്ട് അനേക ദിവസങ്ങളായി. പരീക്ഷകൾ NCERTയുടെ വിവിധ ചാപ്റ്ററുകളിലൂടെയും പരീക്ഷകളിലൂടെയും പഠനങ്ങളിലൂടെയും ഇവാലുവേഷനിലൂടെയും എല്ലാം നമ്മൾ ഇതാ മെയ് 7 പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഏകാഗ്രതയോടെ
ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടെ നിങ്ങൾ നീറ്റ് എക്സാം ഹാളിൽ പ്രവേശിക്കണം. ഈ നീറ്റ് 2023 നമുക്കുള്ളതാണ്. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇവിടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.